ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രി ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം. റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉപദേശം ഉണ്ടായിരുന്നോ എന്നും വി ടി ബൽറാം ചോദിച്ചു. ജസ്റ്റിസ് ഹേമയടക്കം ഇക്കാര്യത്തെക്കുറിച്ച് അറിവുള്ള മുഴുവൻ ആളുകളും സാക്ഷികളായോ പ്രതികളായോ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നും ബൽറാം തുറന്നടിച്ചു. ഇക്കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോലീസിലെ ഉന്നതന്മാരുടെ ഒരു ഉപദേശം അന്ന് ഗവൺമെന്റിന് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന്മേൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള ഉപദേശം അന്ന് സർക്കാരിന് നൽകിയത് ഏത് ഉദ്യോഗസ്ഥനാണ് എന്ന് വെളിപ്പെടുത്താൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അന്നത്തെ DGP ആയിരുന്ന ബെഹ്റ അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നോ ഇങ്ങനെ നടപടികൾ സ്വീകരിക്കാതെ സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നാണ് കേരളത്തിന് അറിയേണ്ടതായിട്ടുള്ളത്. കാരണം ഇതിൽ പ്രായപൂർത്തിയായിട്ടുള്ള വനിതകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ നിരവധിയായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് സന്ദേശങ്ങളും അതുപോലെ തന്നെയുള്ള വോയിസ് റെക്കോർഡുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അനുബന്ധമായി കമ്മീഷൻ സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് FIR ഇട്ട് കേസെടുക്കേണ്ട വിഷയങ്ങളാണ്. ഇനി പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, പോക്സോ കേസ് ചാർജ് ചെയ്യേണ്ട വിഷയങ്ങളടക്കം കമ്മീഷൻ്റെ പരാമർശങ്ങളിലുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. അപ്പോൾ പോക്സോ നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇക്കാര്യത്തിലൊരു പരാതിക്കാരുടെ ആവശ്യമില്ല. ഇന്നലെയും മുഖ്യമന്ത്രി പറയുന്നത് ഇതിൽ പരാതിക്കാർ മുന്നോട്ട് വന്നാൽ നടപടികൾ എടുക്കുക എന്നാണ്. പക്ഷേ പോക്സോ നിയമപ്രകാരം പരാതിക്കാരുടെ ആവശ്യമില്ലാതെ തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് സൂചന കിട്ടിയാൽ തന്നെ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള വിവരം കിട്ടിയാൽ തന്നെ FIR ഇട്ട് കേസെടുക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ആ നിലയിലുള്ള നിർദ്ദേശം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതുവരെ നൽകാത്തത് എന്നുള്ളതാണ് നമുക്കറിയാൻ താല്പര്യമുള്ളത്. കാരണം ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.